അതായത് വ്യക്തമായ ദർശനം ഒരാൾക്കുണ്ടെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കും. അതൊരു ബിസിനസ് ആകാം, മിനിസ്ട്രി ആകാം, എന്ത് ലൈഫിൽ, സോഷ്യൽ വർക്കാകാം, ചാരിറ്റി ആകാം, എന്തിനും ഒരു വ്യക്തതയുള്ള ഒരു ദർശനമുണ്ടെങ്കിൽ അതിലായിരിക്കും ഫോക്കസ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ച അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം ജീവിതത്തിൽ പലതിൻ്റെയൊക്കെ മേഖലകളിൽ ഊരാക്കുടുക്ക് പോലെ, എന്താ പറയുക, കയറുന്തോറും അഴിക്കാൻ ശ്രമിക്കുന്നതോറും വീണ്ടും വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുന്ന പോലെ, ഊരാക്കുടുക്ക് പോലെ ചില പ്രശ്നങ്ങൾക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിലോ, ചിലപ്പോൾ ഒരുപക്ഷെ റിലേഷൻഷിപ്സിലോ ഇത്തരത്തിൽ ഊരിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ ചിലപ്പോൾ വഴക്കുകളായിട്ടും മറ്റു പലതുമായിട്ടൊക്കെ ആയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരും. അതുകൊണ്ട് ഇന്ന് വിശ്വസിച്ച് ഉറച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ആ കുടുക്കുകളെയൊക്കെ വളരെ പെട്ടെന്ന്, വളരെ വളരെ സിമ്പിളായിട്ട് കർത്താവ് അതിനകത്ത് നിന്ന് നിങ്ങളെ പുറത്തെത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണുക തന്നെ ചെയ്യും. യെസ്, അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കോ സ്പോൺസർ കാക്കനാടുന്ന ജാസ്മിൻ ജോസഫാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജാസ്മിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജാസ്മിൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പുതിയൊരു ജോലി കൊടുത്തല്ലോ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനവധിയായി ചുരിയണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 നമുക്ക് സ്പെഷ്യലായിട്ട് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ ആണെന്ന്. എവിടെയാണെങ്കിലും ദയവായി കൊച്ചിയിലേക്ക് വന്നു ചേരുക. എനിക്കൊന്ന് ലൈവൊക്കെ ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ലൈവിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാനും സാധിക്കും, ദൂരെ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകിച്ച് ആരാധന ഉണ്ട്. എന്നാൽ കൊച്ചിയിൽ ഒരു സ്പെഷ്യൽ ആരാധന നടക്കുകയാണ്. കടന്നു വരിക, അനുഗ്രഹത്തെ പ്രാപിക്കുക. സെപ്റ്റംബർ 4, 5 2 തീയതികളിൽ നടക്കുന്ന സ്പെഷ്യൽ ക്യാമ്പ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിൽ കാണാം. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള അവിവാഹിതരായ കുഞ്ഞുങ്ങൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ദയവായി രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ മാസം ഓഗസ്റ്റ് 30 പാസ്റ്റർ ഡാമിൻ കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ ശുശ്രൂഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. അതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ആയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വെൽക്കം ബാക്ക്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഓഗസ്റ്റ് 15 ശനിയാഴ്ച ഓരോ ഭാരതീയ പൗരനും, അത് ഇന്ത്യക്കകത്തുണ്ടായാലും NRIs ആയാലും, നമുക്കെല്ലാം ആവേശം നൽകുന്നൊരു ദിവസമാണ് ഓഗസ്റ്റ് 15, സ്വാതന്ത്ര്യ ദിനം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള മീറ്റിംഗ് ബ്ലെസ്സിങ് ടുഡേയിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാം. അതിൽ ഓൺലൈൻ ജോയിൻ ചെയ്യാവുന്നവരെല്ലാം ജോയിൻ ചെയ്യണം. നേരിട്ട് വന്ന് സംബന്ധിക്കുന്നവരെല്ലാം എല്ലാവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറ്റുന്നവരെല്ലാം വിവരമറിഞ്ഞ് ഓടിയെത്തി അറ്റൻഡ് ചെയ്യണം. എല്ലാ ഓഗസ്റ്റ് 15 നമുക്ക് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ഡേ ആണ്, എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഫോക്കസ് വേർഡ് വിഷൻ ആൻഡ് ഫോക്കസ്. ദർശനവും ശ്രദ്ധയും. ഇത് കാണുന്ന എല്ലാവരും, ഇപ്പോൾ ലൈവായി കാണുന്നവർ, ഇതിന് ശേഷം റീപ്ലേ കാണുന്നവരെല്ലാം ടൈപ്പ് ചെയ്യുക. ദർശനവും ശ്രദ്ധയും, വിഷൻ ആൻഡ് ഫോക്കസ്. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് ഹബക്കുക്ക് chapter 2 verse number 2. Write down the revelation and make it plain on tablets so that a herald may run with it. എൻ്റെ മലയാളത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നീ ദർശനം എഴുതുക, വേഗത്തിൽ വായിക്കുവാൻ തക്കവിധം അത് പലകയിൽ വ്യക്തമായി എഴുതുക. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നീ ദർശനം എഴുതുക, പലകയിൽ എഴുതുക. ഇതുമായി ഓടുന്നൊരു ഹെറൾഡ് അഥവാ ഒരു ദൂതുവാഹി ഇതുമായിട്ട് ഓടണം. അത് വായിക്കാൻ തക്ക, നന്നായി വായിക്കാവുന്ന രീതിയിൽ വലിയ അക്ഷരത്തിൽ നന്നായിട്ട് തെളിയിച്ചെഴുതണം. അതുമായിട്ട് ഒരാൾ ഓടുകയാണ്, ഒരു ദൂതുവാഹി ഓടുകയാണ്. അപ്പോൾ ദർശനം കിട്ടുന്നു, ദർശനം പലക മേൽ എഴുതുന്നു, ഒരു ടാബ്ലറ്റിൻ്റെ മേൽ എഴുതുന്നു, എന്നിട്ട് അതുമായി ഒരാൾ ഓടുന്നു.
ആ പോകുന്ന വഴിക്കുള്ള ആളുകളെല്ലാം ഈ ദർശനം കാണുന്നു. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഡെക്ലറേഷൻ നോക്കുക. ഗോഡ് ക്ലാരിഫൈസ് മൈ വിഷൻ ടുഡേ. ഇന്ന് ദൈവം എൻ്റെ ദർശനത്തിന് വ്യക്തത നൽകുന്നു. ഐ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു മൈ പർപ്പസ്. എൻ്റെ ഉദ്ദേശത്തോട് ഞാൻ വിശ്വസ്തത ഉള്ളയാളും അതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയുമാണ്. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. വിഷൻ ആൻഡ് ഫോക്കസ്. ഇന്നത്തെ ഈ ഫോക്കസ് വേർഡിനെ കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകാം. ദർശനവും ശ്രദ്ധയും. നമ്പർ 1, ഗോഡ് ഗിവ്സ് വിഷൻ ബിഫോർ ഹീ ഗിവ്സ് ഫുൾഫിൽമെൻറ്റ്. നിറവേറൽ നടക്കുന്നതിന് മുമ്പ് ദൈവം ദർശനം ആദ്യം നൽകുന്നു. ഏത് കാര്യവും നടക്കുന്നതിന് മുമ്പ് ആദ്യം ദൈവം നൽകുന്നത് ഒരു ദർശനമാണ്. ഹബക്കക്ക് റിസീവ്ഡ് ദ വിഷൻ ലോങ് ബിഫോർ ഹി സോ ഇറ്റ്സ് ഫുൾഫിൽമെൻറ്റ്. നിറവേറൽ കാണുന്നതിന് വളരെ നേരത്തെ തന്നെ ഹബക്കൂക്ക് ദർശനം കണ്ടിരുന്നു. അഥവാ ഈ ഹബക്കൂക്കിന് എന്താണോ കാണേണ്ടിയിരുന്നത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് കാണുന്നതിന് മുമ്പ് ദൈവം ആദ്യം നൽകിയ ദർശനമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ദർശനമാണ് ദൈവം ആദ്യം നൽകുന്നത്. അഥവാ ഗോഡ് ഓഫ്റ്റൻ റിവീൽസ് ദ ഡെസ്റ്റിനേഷൻ ബിഫോർ അൺഫോൾഡിങ് ദ ജേർണി. ദൈവം ആദ്യം നൽകുന്നത് എവിടെ എത്തിച്ചേരണം, ലക്ഷ്യസ്ഥാനം ഏതാണ് എന്നുള്ളത് ദൈവം ആദ്യം കാണിക്കും. അതിനുശേഷമാണ് കർത്താവ് ആ ജേണിയോ റൂട്ടോ കാര്യങ്ങളോ എങ്ങനെ അവിടെ എത്തണം എന്നുള്ളത് എപ്പോഴും കാണിക്കും. ഞാനിത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിഷനും വേണം, മിഷനും വേണം. ബ്ലെസ്സിങ് ടുഡേക്ക് വിഷനും ഉണ്ട്, മിഷനും ഉണ്ട്. ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എ പ്രിപ്പേർഡ് ചർച്ച് ഫോർ ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ വിഷൻ, ദർശനം. എന്നാൽ അതിൻ്റെ ഒരു മിഷനുണ്ട്. അതൊരിത്തിരി വലുതാണ്. ഞാനിതിവിടെ പറയുന്നില്ല, ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ദർശനം എന്ന് പറയുന്നത് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം. ദൗത്യം അഥവാ മിഷൻ എന്ന് പറയുന്നത് അവിടെ എത്തിച്ചേരാനുള്ള മാർഗം അഥവാ റോഡ് ഏതാണ്. ഇത് രണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷൻ ഗിവ്സ് ഡയറക്ഷൻ ഓൾസോ. ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു മാർഗനിർദ്ദേശം കൂടെ ആവശ്യമാണ്. ഫെയ്ത്ത് ഗിവ്സ് എൻഡ്യൂറൻസ്. ഈ പോക്കിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ഒബീഡിയൻസ് ബ്രിങ്സ് ഫുൾഫിൽമെൻറ്റ്. എന്നാൽ അനുസരണത്തിലൂടെ മാത്രമാണ് ഇത് നിറവേറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു പൈലറ്റാകാൻ ദർശനം കിട്ടി. ഞാൻ പറയുന്നത് ആകണമെന്നുള്ളൊരു വിഷൻ നിങ്ങൾക്ക് കിട്ടി. ഒരു ശുശ്രൂഷകനാകണമെന്നുള്ള വിളി കിട്ടി, ദർശനം കിട്ടി. അവിടെ എത്തിച്ചേരണമെങ്കിൽ പലരിലൂടെയും പോകണം. വിശ്വാസം ആവശ്യമാണ്, അനുസരണം ആവശ്യമാണ്. ഇതെല്ലാ ഘടകങ്ങളുമാണ് നമ്മളെ അവിടെ കൊണ്ടുപോയി എത്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വചനങ്ങളിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന ഭാഗം കാണുന്നു. അതിനു മുമ്പ് താനോ തൻ്റെ പിതാക്കന്മാരോ ആരെങ്കിലും ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഇവിടെ ഒരു വെക്കേഷന് പോലും പോയിട്ടില്ല. അങ്ങനൊരു രാജ്യം, അങ്ങനൊരു സ്ഥലം നിലവിലുണ്ടെന്ന് പോലും അറിയില്ല. ഇന്ന് വരെ പോയിട്ടില്ല. അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. അന്നത്തെ കാലത്താണെങ്കിൽ മാപ്പും ഇല്ലെന്ന് വിചാരിച്ചു. എന്നാൽ എബ്രായ ലേഖനം 11:8 പറയുന്നത് Abraham obeyed and went even though he did not know where he was going. എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അബ്രഹാം അനുസരിച്ച് പുറപ്പെട്ടു. വാവ്! ഇതാണ് എല്ലാ ദൈവമക്കളുടെയും. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുമ്പോൾ നമ്മളെല്ലാം അബ്രഹാമിൻ്റെ പിള്ളേരാണ്. ആ വിശ്വാസത്തിൻ്റെ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ, വിശ്വാസികളാണ്. നമ്മുടെ അവസ്ഥ തന്നെ. ദൈവം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടേക്കാണ് പോകുന്നത്, വാസ്തവത്തിൽ എന്താകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 1 യോഹന്നാൻ 3:1 പറയുന്ന കാണുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നൽകിയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ ശേഷം പറയാം, നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ വരുമ്പോൾ അവനായിരിക്കുന്നത് പോലെ നമ്മളുമാകും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കും അറിയില്ല വാസ്തവത്തിൽ എന്തൊക്കെയാണ് സംഭവം. കുറേ വാഗ്ദത്തങ്ങളുണ്ട്, ബൈബിൾ വായിച്ചുള്ള അറിവുണ്ട്. പക്ഷേ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി ഡോണ്ട് നോ വെയർ വി ആർ ഗോയിങ് ടു റിയലി ടു അറൈവ്. ഇതാണ് അബ്രഹാമിൻ്റെ ചരിത്രം ഇവിടെ കാണിക്കുന്നത്. സദൃശവാക്യങ്ങൾ 29:18 where there is no vision the people cast off restraint. ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു.
എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ദർശനമില്ലാത്ത മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ലക്ഷ്യമൊന്നുമില്ല, ഇന്നത് അച്ചീവ് ചെയ്യണമെന്നൊന്നുമില്ല. ഒത്തിരി പേരെ നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ചുമ്മാ സംസാരിച്ച് നോക്കുക, ചേട്ടാ ചേച്ചി എന്തായിത്തീരാനാണ് ആഗ്രഹം, എന്താണ്? ഓഹോ എൻ്റെ മോനെ, ഇതുവരെയുള്ള ജീവിതം എടുത്ത് നോക്കിയാൽ തന്നെ ദുരിതമല്ലാതെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. മരണം വരെ അങ്ങ് ജീവിക്കണം, ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ചെയ്തിട്ട് പോകണം, മക്കളൊക്കെ ഒരു സ്ഥലത്താക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പലരുടെയും ടോക്ക്. വ്യക്തമായി എൻ്റെ ജീവിതത്തിൽ ഇന്നത് നേടിയെടുക്കണം എന്ന് പലർക്കും ദർശനമില്ല, വിഷനുമില്ല, മിഷനുമില്ല. അങ്ങനെയാണ് ഒത്തിരി പേര് ജീവിക്കുന്നത്. എ ക്ലിയർ വിഷൻ ഗിവ്സ് മീനിങ് ടു പ്രസൻറ്റ് സാക്രിഫൈസ്. ഇന്നുകളിലെ നമ്മുടെ ത്യാഗപരമായ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് വ്യക്തമായൊരു ദർശനമാണ്. തിരിച്ചു പറഞ്ഞാൽ, വ്യക്തമായൊരു ദർശനമുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകും. കാരണം എനിക്കവിടെ എത്തണം, ആ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്തിച്ചേരണം. നമ്പർ 2, എ ക്ലിയർ വിഷൻ ക്രിയേറ്റ്സ് എ ഫോക്കസ്ഡ് ലൈഫ്. വ്യക്തമായ ദർശനം ശ്രദ്ധാകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തെ സൃഷ്ടിക്കുന്നു. അതായത് വ്യക്തമായ ദർശനം ഒരാൾക്കുണ്ടെങ്കിൽ വളരെ ഫോക്കസ്ഡായിട്ട് ജീവിക്കും, വളരെ ശ്രദ്ധ ചെലുത്തി ജീവിക്കും. അതൊരു ബിസിനസ്സാകാം, മിനിസ്ട്രി ആകാം, എന്ത് ലൈഫിൽ, സോഷ്യൽ വർക്കാകാം, ചാരിറ്റി ആകാം, എന്തിനും ഒരു വ്യക്തതയുള്ള ഒരു ദർശനമുണ്ടെങ്കിൽ അതിലായിരിക്കും ഫോക്കസ്. അപ്പോൾ ദൈവം ഹബക്കൂക്കിനോട് പറയുകയാണ്, ഒരു മേക്ക് ദ വിഷൻ പ്ലെയിൻ. നിനക്ക് കിട്ടിയ ദർശനത്തെ ഒരു പലകയിൽ വായിക്കാൻ പറ്റാത്ത രീതിയിലല്ല, അവ്യക്തമായ രീതിയിലല്ല, എല്ലാവർക്കും വ്യക്തതയോടെ മനസ്സിലാക്കാവുന്ന രീതിയിൽ വ്യക്തമായി എഴുതുക, വരയ്ക്കുക. ഇതിന് കാരണം കൺഫ്യൂസ്ഡ് വിഷൻ പ്രൊഡ്യൂസസ് ഡിസ്ട്രാക്റ്റഡ് ലിവിങ്. ചില ആൾക്ക് ദർശനത്തെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അങ്ങനെ വരുമ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ലിവിങ്ങിലേക്ക് കൊണ്ടുപോകും. പലതിൽ ശ്രദ്ധ പതറിയ ജീവിതം. ഇപ്പോൾ ഉദാഹരണത്തിന് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഹൈസ്കൂൾ പഠിക്കുന്നൊരു കുട്ടിയോട് ചോദിക്കാൻ, ഏത് സ്ട്രീമിലാണ് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറ, ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറ, പാസ്റ്റർ പ്രാർത്ഥിക്കും, എന്നിട്ട് പറ ഞാൻ എന്തെടുക്കണം, എന്ത് കോഴ്സ് എടുക്കണമെന്ന് പാസ്റ്റർ പറ. അതിൻ്റെ അർത്ഥം അവരവർക്കായിട്ട് പർസ്യൂ ചെയ്യാനുള്ള ഒരു കോഴ്സില്ല. എന്താണ് അത് പഠിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ലക്ഷ്യബോധം. എന്നാൽ ചെറുപ്പത്തിൽ ഇന്ന രീതിയിൽ പഠിക്കണമെന്നൊക്കെ പറയുന്ന ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരതിൽ തന്നെ ഫോക്കസ്ഡായി ആ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് ആ ലൈനിൽ തന്നെ അവർ പോകും, എന്ത് വില കൊടുത്തും പോകും. അപ്പോൾ ഇവിടെ വെൻ വി നോ ഗോഡ്സ് പർപ്പസ് we can confidently say no to many good things in order to pursue the best thing. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വ്യക്തമായ ഉദ്ദേശം എന്താണ് എന്നറിയാമെങ്കിൽ, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, വളരെ വ്യക്തതയോടുകൂടെ ഉറപ്പോടുകൂടെ പലതിനോട് നോ പറയാൻ സാധിക്കും. നോ, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. നല്ല കാര്യങ്ങളായിരിക്കും, അതിനോട് നോ പറയും. എന്തിനു വേണ്ടി? ദൈവം വച്ചിരിക്കുന്ന ഗുഡ് തിങ് അല്ല, ബെസ്റ്റ് തിങ്ങിന് വേണ്ടി. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് കൃത്യമായിട്ടറിയാം ഞാൻ എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് പല ഓഫറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നാലും ഞാൻ പറയും നോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കൊരു റൂട്ടുണ്ട്, എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്, എനിക്കൊരു വിഷൻ ദൈവം തന്നിട്ടുണ്ട്, അതിലേക്ക് എനിക്ക് പോകാൻ പറ്റൂ. ലൂക്ക് 9:51, ലൂക്കോസിൻ്റെ സുവിശേഷം 9:51 നമ്മൾ കാണുന്നു, ജീസസ് റെസല്യൂട്ട്ലി സെറ്റ് ഔട്ട് ഫോർ ജെറൂസലം. അവിടെ പറയുന്നുണ്ട്, യേശു കർത്താവ് റെസല്യൂട്ട്ലി, വളരെ തീരുമാനിച്ച് ഉറപ്പിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടെ, ദൃഢനിശ്ചയത്തോടുകൂടെ ജെറുസലേമിലേക്ക് പോകും. എൻ്റെ അർത്ഥം ജെറുസലേമിലേക്ക് പോകണമെന്ന് കർത്താവിന് ഉൾബോധ്യമുണ്ടായ പിതാവിൻ്റെ ആഗ്രഹം അതാണ്, ഞാനിപ്പോൾ ജെറുസലേമിലേക്ക് പോകണം. അപ്പോൾ അവിടെ ശിഷ്യന്മാരോ അവരോ ഇവരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നോ വേ, ഐ ഹാവ് ടു ഗോ ടു ജെറൂസലം. ഇതുപോലെ ക്ലാരിറ്റി നമ്മുടെ അകത്താണ്. എല്ലാവരും ഒന്ന് കൈ നെഞ്ചിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എനിക്ക് അങ്ങനെ ഒരു 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 വ്യക്തത ഉണ്ടാകാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്.
ഫിലിപ്പിൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 13 and 14. ഫിലിപ്പ് ലേഖനം 3-ാം 13-14 വചനങ്ങളിൽ ഫോർഗെറ്റിംഗ് വാട്ട് ഈസ് ബിഹൈൻഡ് ഐ പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ മാസം അഥവാ ജനുവരി മാസത്തിൽ ആ ആഴ്ചകളിലെല്ലാം ഞാൻ പ്രസംഗിച്ച ഒരൊറ്റ പോയിൻ്റ്, വൺ തിങ്ങേഴ്സ്, ഒറ്റ കാര്യക്കാർ, ഒരു കാര്യം മാത്രം ചെയ്യുന്നവർ, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ, അതുമാത്രം പ്രവർത്തിച്ച് അതുമാത്രം ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ, അതിൽ പൗലോസ് ഉണ്ടായിരുന്നു. ഈ വചനങ്ങളൊക്കെ അന്ന് നമ്മളെടുത്ത് നോക്കിയത്. അത് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനുവരി മാസത്തെ എല്ലാ സൺഡേയിലെയും മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫോർഗെറ്റിംഗ് വാട്ട് ഈസ് ബിഹൈൻഡ് ഐ പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ. പിന്നിലുള്ളത് മറന്ന് ഞാൻ ലക്ഷ്യത്തിലേക്ക് ആഞ്ഞോടുന്നു. പുറകിലുള്ളതെല്ലാം ഞാൻ മനഃപൂർവ്വമായി മറന്നു കളയുകയാണ്. എന്നിട്ട് മുന്നിൽ വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ ആഞ്ഞോടുന്നു. ഇത് ഹബക്കൂക്കിൽ കണ്ടതുപോലെ തന്നെ വ്യക്തമായ ദർശനത്തോടെ വ്യക്തമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യതയോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓടുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ എന്തുണ്ട്? വിഷനും ഉണ്ട്, ഫോക്കസും ഉണ്ട്. ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവർക്കും വ്യക്തമായൊരു ദർശനവും ആ ദർശനത്തിലുള്ള ഫോക്കസും ഉണ്ടാകാനാണ് ഞാനിത് പറയുന്നത്. ഫോക്കസ് ഈസ് ദ ഡിസിപ്ലിൻ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഗോഡ്സ് പ്രയോറിറ്റീസ്. ദൈവത്തിൻ്റെ മുൻഗണനകളെ സംരക്ഷിക്കുവാനുള്ള ഒരു അച്ചടക്ക രീതിയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ജീവിതം. ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ച് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ഒരു വളരെ ഡിസിപ്ലിൻഡായിട്ട് ആ ദൈവത്തിൻ്റെ പ്രയോറിറ്റീസിനെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് ഫോക്കസ്ഡായിട്ട് മുന്നിലേക്ക് പോകണം. ഗുണം, ഫോക്കസ്ഡ് ലൈവ്സ് പ്രൊഡ്യൂസ് പവർഫുൾ റിസൾട്ട്സ്. വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും എന്ത് കിട്ടും? ഭയങ്കരമായ ചില റിസൾട്ടുകൾ കിട്ടും. നമ്പർ 3, വിഷൻ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഡിസ്ട്രാക്ഷൻസ്. ദർശനമുണ്ടോ? ദർശനം ശ്രദ്ധയില്ലായ്മയിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടതാവും. ഡിസ്ട്രാക്ഷൻസ് അറിയാലോ, ശ്രദ്ധയുടെ വികേന്ദ്രീകരണമാണ്. ശ്രദ്ധ പതറിപ്പോകുന്ന അവസ്ഥ. ശ്രദ്ധ പതറിപ്പോകുന്നതിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് ദർശനം. അല്ലെങ്കിൽ ദർശനം ഉണ്ടെങ്കിൽ പലതും അടിയൊഴുക്കുകളൊക്കെ നമ്മൾ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ബൈബിൾ കഥാപാത്രമായ നെഹെമ്യായ, he refused to leave the wall when his enemies repeatedly tried to distract him. തുടർച്ചയായി തന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, അതായത് ഈ മതിൽ പണിതുകൊണ്ടിരിക്കുകയാണ്, 52 ദിവസം കൊണ്ട് പണിയണം. അപ്പോൾ ഈ 52 ദിവസം കൊണ്ട് പണിയേണ്ട മതിൽ പണിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നിട്ട് പല മീറ്റിങ്ങിന് വിളിച്ചു. നമുക്കൊരു ചെറിയൊരു മീറ്റിങ്ങിന് വരാമോ, നമുക്ക് ഇന്ന സ്ഥലത്തൊന്ന് കൂടാമോ, ഇന്ന സ്ഥലത്തേക്കൊന്ന് വരാമോ എന്നൊക്കെ കത്തയച്ചും പല ദൂതുകളയച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഐ എം ക്യാരിയിങ് ഓൺ എ ഗ്രേറ്റ് പ്രോജക്റ്റ് ആൻഡ് ഐ കനോട്ട് ഗോ ഡൗൺ. ഞാനൊരു വലിയ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കിപ്പോൾ താഴേക്കിറങ്ങി വരാൻ സാധ്യമല്ല. അവിടെയെല്ലാം ദൈവിക ശുശ്രൂഷ, റീബിൽഡിങ് ഓഫ് ദ വാൾ, അതിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള ഓഫറുകൾ, മോഹന വാഗ്ദാനങ്ങളും എല്ലാം വന്നു. പക്ഷെ അദ്ദേഹം പോയില്ല. കാരണം ഹി വാസ് ഫോക്കസ്ഡ്. Every God-given vision will face competing voices and unnecessary interruptions. ദൈവത്താൽ നൽകപ്പെട്ട എല്ലാ ദർശനവും അഭിമുഖീകരിക്കേണ്ട ചില കാര്യങ്ങളിലൊന്ന് ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങൾ, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന ശബ്ദങ്ങൾ, അതുപോലെ അനാവശ്യമായ ഇടപെടലുകൾ, അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പലരുടെയും വരവ് ഒക്കെ കാണും. Nehemiah 6:3, I am carrying on a great project. അദ്ദേഹം പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ, ഐ എം ക്യാരിയിങ് ഓൺ എ ഗ്രേറ്റ് പ്രോജക്റ്റ്. നെഹെമ്യാവ് 6:3 പറയുന്നത്, ഞാനൊരു വലിയ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എബ്രായ ലേഖനം 12:1-2, ത്രോ ഓഫ് എവറിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ്, ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്. യേശുവിൻ്റെ മേൽ കണ്ണ് പതിപ്പിച്ച് നമുക്ക് തടസ്സം നിൽക്കുന്ന സകല ഭാരങ്ങളും പാപങ്ങളും വലിച്ചെറിഞ്ഞ് മുന്നിലേക്ക് ഓടുവിൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം
41-42 വചനങ്ങളിൽ മേരി ചോസ് വാട്ട് ഈസ് ബെറ്റർ. വൺ തിങ് ഈസിൽ ഒരു സൺഡേ ഞാൻ പ്രസംഗിച്ചത് ഈ മറിയയെക്കുറിച്ചാണ്. യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്ന വചനം കേട്ട് നോട്ട്സ് എഴുതിയെടുത്ത ആ സ്ത്രീ പിൽക്കാലത്ത് അവസരം വന്നപ്പോൾ പരസ്യമായി യേശുവിൻ്റെ മേൽ വളരെ വില പിടിച്ച്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂം ഒഴിച്ച് അതിന് വിമർശനം ഏറ്റുവാങ്ങി. എന്നൊക്കെ അവളോട് പറഞ്ഞു, നീ മേടിക്കേണ്ട ജനങ്ങളോട് പറഞ്ഞു, ഇവളെൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. ദരിദ്രരല്ല ഇപ്പോൾ നിങ്ങളോടുണ്ടല്ലോ, എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചാരിറ്റി ചെയ്തു, പക്ഷേ എനിക്ക് അവളത് ഇതിനു വേണ്ടി ചെയ്തു എന്ന് നിങ്ങൾ ഓർത്താൽ മതി. പക്ഷെ അവിടെയൊക്കെ ഈ മറിയ വളരെ ഫോക്കസ്, മാർത്ത വളരെ ഡിസ്ട്രാക്റ്റഡായിട്ട് പരാതി പറഞ്ഞ് വെറുത്ത് നോക്കൂ, അവൾ എന്നെ ഒറ്റയ്ക്ക് അടുക്കള പണിക്ക് വിട്ടിരിക്കുകയാണ്, ഒന്ന് വഴക്ക് പറ കർത്താവേ, ഒന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മേരി വാസ് ഫോക്കസ്ഡ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഓഫ്റ്റൻ അപ്പിയർ മോർ അർജൻറ്റ് ദാൻ ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ഈ ശ്രദ്ധ പതറിപ്പിക്കുന്ന സംഗതികൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? പെട്ടെന്ന് അർജൻറ്റായിട്ട് നമുക്ക് തോന്നും, ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്, അർജൻറ്റാണ് തോന്നും, ദാൻ ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു എന്നതിനേക്കാൾ ഏറ്റവും അടിയന്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് പലതും വരും. പക്ഷേ അത് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. നമ്പർ 4, വിഷൻ റിക്വയർസ് ഫെയ്ത്ത്ഫുൾ പെർസിസ്റ്റൻസ്. ദർശനത്തിനാവശ്യം വിശ്വസ്തമായ സ്ഥിരോത്സാഹമാണ്, പിടിച്ചു നിൽപ്പാണ്. ദർശനത്തോട് ചേർന്ന് സ്ഥിരോത്സാഹമുണ്ടെങ്കിൽ, പെർസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, വിട്ടുകൊടുക്കാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ, അതാണ് ദർശനത്തിനാവശ്യം. ദർശനത്തെ പൂവണിയിക്കുന്നത്, നിറവേറ്റുന്നത് അതാണ്. ഹബക്കക്ക് വാസ് ടോൾഡ്, though it linger, wait for it. ഈ ദർശനം കൊടുക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, അത് വൈകിയാലും അത് വരും നിശ്ചയം. ഒരല്പം താമസിക്കുന്നുവെന്ന് തോന്നിയാലും നീ ഇട്ടിട്ട് പോകരുത്, ഈ ദർശനവുമുള്ള ഓട്ടം നിർത്തരുത്. പകരം അത് വരും നിശ്ചയം, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. എവ്രി ഗോഡ് ഗിവൻ വിഷൻ passes through seasons of waiting, testing and perseverance. ദൈവത്താൽ നൽകപ്പെട്ട എല്ലാ ദർശനങ്ങളുടെയും പ്രത്യേകത അത് ചില സമയത്ത് കാത്തിരിപ്പിൻ്റെയും പലവിധ പരിശോധനകളുടെയൊക്കെ ഏടുകളിലൂടെ പോയി ഒരു പെർസിവിയറൻസ് പ്രൂവ് ചെയ്താൽ മാത്രമേ ദർശനം നിറവേറുകയുള്ളൂ. സോ ഡു നോട്ട് അബാൻഡൺ ദ വിഷൻ സിംപ്ലി ബിക്കോസ് ഫുൾഫിൽമെൻറ്റ് ടേക്സ് ടൈം. നിറവേറുവാൻ വൈകുന്നു എന്നതുകൊണ്ട് ദർശനത്തെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. അത് നിങ്ങളോടുള്ളൊരു ദൂതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള വിഷയം, ദൈവം കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ വൈകുന്നു എന്നതുകൊണ്ട് ആ ദർശനത്തെ ഉപേക്ഷിക്കരുത്. ഗലാത്യലേഖനം 6:9 At the proper time we will reap a harvest if we do not give up. മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. മടുത്തിട്ടിട്ട് പോകരുത്. എബ്രായ ലേഖനം 10:23 He who promised is faithful. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഏശയ്യാവിൻ്റെ പുസ്തകം 55:11 പറയുന്നത് My word will accomplish what I desire. ഞാൻ എന്താണോ തീരുമാനിച്ചിട്ടുള്ളത്, ഞാൻ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് എൻ്റെ വചനം നിറവേറ്റും എന്ന് വെച്ചാൽ ദൈവം ഒരു വചനം അയച്ചാൽ അത് അയച്ച കാര്യം സാധിപ്പിക്കാതെ തിരിച്ചു വരില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യം വിഷനും ഫോക്കസുമാണ്. നല്ല വിഷനും നല്ല ഫോക്കസും ഉണ്ടെങ്കിൽ എത്തേണ്ടിടത്ത് നാം തീർച്ചയായിട്ടും നമ്മൾ എത്തിയിരിക്കും, അഥവാ കർത്താവ് നമ്മളെ എത്തിച്ചിരിക്കും. കൈനീട്ടാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നത് കാണുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഷൻ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലഭിക്കുക മാത്രമല്ല, അത് നിറവേറുന്നതുവരെ ഫോക്കസ് ചെയ്യാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു
ബ്ലസ് ചെയ്യും. അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ഈ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള പെയിൻ, അത് തോളിലൂടെയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ അരിച്ചിറങ്ങുന്നത് പോലെയുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ക്യാൻസർ രോഗം ബാധിച്ച എല്ലാ ശരീരങ്ങളിലും ഇപ്പോൾ ദൈവികമായ രോഗസൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത രോഗമുള്ള ചില വ്യക്തികൾ, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല, മുറിഞ്ഞാൽ ബ്ലഡ് ഒഴുകിക്കൊണ്ടേയിരിക്കും, അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ തിരിച്ച് ബ്ലഡ് ക്ലോട്ട് ശരീരത്തിൽ ഈ തലച്ചോറിലൊക്കെ ബ്ലഡ് ക്ലോട്ടായവർ യേശുവിൻ്റെ നാമത്തിൽ അവരും സൗഖ്യമാകട്ടെ. ഇന്നങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ കൊടുത്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിൽ കാണാം. നാളെ ബ്ലെസ്സിങ് ടുഡേ സഭകളിൽ ആരാധനയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.